സംസ്കൃതി ഖത്തറിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്കൃതി ഖത്തർ സാഹിത്യോത്സവം SLF 2025 സമാപിച്ചു. കേരളത്തിൽ നിന്നുമെത്തിയ സാഹിത്യ മാധ്യമ രംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ചാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചത്. വളരുന്ന മലയാള സാഹിത്യരംഗവും വർത്തമാനകാലത്തെ മാധ്യമധർമ്മങ്ങളും എന്നീ വിഷയങ്ങളൂന്നി നടന്ന സംവാദ സദസ്സുകൾ ശ്രദ്ധേയമാക്കിയാണ് സംസ്കൃതി ഖത്തറിന്റെ പ്രഥമ സാഹിത്യോത്സവത്തിന് ദോഹയിൽ സമാപനം കുറിച്ചത്. വക്ര DPS MIS ഓഡിറ്റോറിയത്തിൽ രാവിലെ ഖത്തറിലെ ഇന്ത്യൻ കുട്ടികൾക്കായി വിവിധ സാഹിത്യ മത്സരങ്ങൾ നടത്തപ്പെട്ടു. പ്രവാസവും സ്ത്രീ എഴുത്തുകൾ എന്ന ഭാഗത്തിൽ പ്രശസ്ത സാഹിത്യകാരി ഷീല ടോമി, പ്രവാസി എഴുത്തുകാരായ സ്മിത ആദർശ്, ഷമീന ഹിഷാം എന്നിവർ പങ്കെടുത്തു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരന്മാരായ സുഭാഷ് ചന്ദ്രൻ, ഷീല ടോമി, PN ഗോപികൃഷ്ണൻ എന്നിവർ തങ്ങളുടെ എഴുത്തുരീതികളും സൃഷ്ടികളുടെ പിറവികളും കാഴ്ചപ്പാടുകളും വ്യക്തമാക്കിയ സാഹിത്യവേദി സദസ്സിന് പുതിയൊരനുഭവമായി മാറി. വർത്തമാനകാല മാധ്യമ കാഴ്ചപ്പാടുകൾ എന്ന വിഷയാസ്പദമാക്കിയ സെമിനാറിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ MP നികേഷ് കുമാർ, കൈരളി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത് ചന്ദ്രൻ, മലയാള മനോരമ ന്യൂസ് പ്രതിനിധി ഷാനി പ്രഭാകർ എന്നിവരാണ് നേതൃത്വം നൽകിയത്. സാംസ്കാരിക സമ്മേളനത്തിൽ സംസ്കൃതി പ്രസിഡന്റ് സാബിത് സഹീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിശിഷ്ട അതിഥികൾക്കുള്ള ഉപഹാരം സംസ്കൃതി ഭാരവാഹികൾ കൈമാറി. സംസ്കൃതി കേന്ദ്ര കമ്മിറ്റി അംഗം സിനി അപ്പുവിന്റെ കവിതാ സമാഹാരം കവിതത്തുമ്പികൾ ചടങ്ങിൽ സുഭാഷ് ചന്ദ്രൻ, PN ഗോപികൃഷ്ണൻ നൽകി പ്രകാശനം ചെയ്തു. സാഹിത്യ മത്സര വിജയികൾക്ക് വിശിഷ്ട അതിഥികൾ ഉപഹാരങ്ങൾ കൈമാറി. ചടങ്ങിൽ സംസ്കൃതി ജനറൽ സെക്രട്ടറി ഷംസീർ അരിക്കുളം സ്വാഗതവും സംസ്കൃതി സാഹിത്യ വിഭാഗം കൺവീനർ ശ്രീനാഥ് ശങ്കരൻകുട്ടി നന്ദി രേഖപ്പെടുത്തി. പ്രവാസ ലോകത്തെ വാരാന്ത്യ തിരക്കുകളിലും അഭൂതപൂർവമായ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാക്കിയാണ് പ്രഥമ സംസ്കൃതി സാഹിത്യോത്സവം 2025 ദോഹയിൽ കൊടിയിറങ്ങിയത്. OK പരിമല, കൈരളി ന്യൂസ്, ഖത്തർ.